നമസ്കാരം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ രഹസ്യ വിഭാഗമായ ISIയുടെ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെയും സംയുക്ത പ്രവർത്തനമുണ്ടെന്ന സൂചന നൽകി അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ട്. ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന ലഷ്കർ-ഇ-തോയ്ബ നടത്തിയതെന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനത്ത് വെച്ചാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പഹൽഗാം ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചതായി കണ്ടെത്തിയ ഹാഷ്മി മൂസ, അലി ഭായ് എന്നീ ഭീകരർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്നും സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ രണ്ട് ഭീകരരും പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ പ്രവർത്തകരുമായി സ്ഥിരമായി ആശയവിനിമയം പുലർത്തിയിരുന്നതായും പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള സമയം, ആയുധങ്ങൾ, പദ്ധതി നടപ്പിലാക്കൽ എന്നിവയെക്കുറിച്ച് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നതായും NIAക്ക് വിവരം ലഭിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് ഇലക്ട്രോണിക് തെളിവുകൾ അന്വേഷണ സംഘം വ്യാപകമായി ശേഖരിച്ചിരുന്നു. ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും ലഭിച്ച 40-ലധികം തിരകൾ ബാലിസ്റ്റിക് കെമിക്കൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തിന്റെ 3D മാപ്പിംഗും സമീപ പ്രദേശങ്ങളിലെ ഉൾപ്പെടെ മൊബൈൽ ടവറിൽ നിന്നുള്ള വിവരങ്ങളും ശേഖരിച്ചിരുന്നു. ഭീകരാക്രമണത്തിനടുത്ത ദിവസങ്ങളിൽ പ്രദേശത്ത് സാറ്റലൈറ്റ് ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ് NIA ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ. ഇതിനകം 2800-ലേറെ പേരെ ചോദ്യം ചെയ്തു. തുടരന്വേഷണത്തിന്റെ ഭാഗമായി 150ഓളം പേർ ഇപ്പോഴും കസ്റ്റഡിയിലാണ്. കുപ്വാര, പുൽവാമ, ആനന്ദ്നാഗ്, ബരാമുള്ള ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ തിരച്ചിൽ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴികളും ശേഖരിക്കുന്നുണ്ട്. ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് ഏപ്രിൽ 15-നാണ് ഭീകരർ പഹൽഗാമിൽ എത്തിയതെന്നാണ് NIAയുടെ നിഗമനം. 4 ഇടങ്ങൾ ആക്രമണത്തിനായി തെരഞ്ഞെടുത്തെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ കുറഞ്ഞ മേഖലയായ ബൈസരൺ തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ എത്തിയ വിനോദസഞ്ചാരികളെ നിരീക്ഷിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്.